ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരെ മാത്രം, അങ്ങനെയല്ല. ഈ കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികളാണ്. അവർക്കെല്ലാം നിയമപ്രകാരം ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ലഭിക്കണം. അതിന് ഈ പറയുന്ന 2011 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോർമുല അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം, ഒരു തർക്കവും വേണ്ട. പക്ഷേ അതിനെന്താ പ്രശ്നം? 2011 ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 2011 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2008 ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റി വളരെ കൃത്യമായി പഠിച്ച് 3-4 വർഷം എടുത്തതിന് ശേഷമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഈ കമ്മിറ്റി എന്താ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 9/4/2025 അതായത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് ഒന്നോ രണ്ടോ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കമ്മിറ്റിക്ക് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഇത്ര പെട്ടെന്ന്? പക്ഷേ ശ്രീ അരുൺകുമാർ പറഞ്ഞത് വിദ്യാർത്ഥികളെ അടക്കം മാതാപിതാക്കളെ അടക്കം എനിക്ക് തർക്കമില്ല. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഒന്നും ഞാൻ തള്ളി പറയുന്നില്ലല്ലോ, ഞാൻ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ആ റിപ്പോർട്ടിന്റെ ബേസിലാണോ തീരുമാനമെടുത്തത്? അല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ അരുൺകുമാർ പറയുന്നത് 5:3:2 ആയിട്ട് മാറ്റാൻ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? അങ്ങനെ പ്രോസ്പെക്ടസിൽ ഇല്ലെങ്കിലും തിരുത്താനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഈ എല്ലാ ഉത്സവ പറമ്പിലെ നോട്ടീസിൻ്റെ അവസാനം എഴുതിയിരിക്കും കാര്യപരിപാടിയിൽ മാറ്റം വരുത്താൻ ഉത്സവ കമ്മിറ്റിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നൊരു ക്ലോസ് എഴുതി ചേർക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ പ്രോസ്പെക്ടസിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അവസരമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, 1:1:1 എന്ന് പറയുന്ന സംവിധാനം മാത്സിൻ്റെ ഒരു മാർക്ക്, ഫിസിക്സിന്റെ ഒരു മാർക്ക്, കെമിസ്ട്രിയുടെ ഒരു മാർക്ക് എന്ന സ്ഥാനത്ത് നിന്ന് മാത്സിന്റെ 5 മാർക്കും ഫിസിക്സിന്റെ 4 മാർക്കും 3 മാർക്കും കെമിസ്ട്രിയുടെ 2 മാർക്കും എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് കുട്ടികൾ മുൻകൂട്ടി അറിയണ്ടേ? പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾ അറിയണ്ടേ? ഈ പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അറിയണ്ടേ? നിങ്ങൾ പരീക്ഷ എല്ലാം കഴിഞ്ഞ് മാർക്ക് കണക്കെടുക്കുമ്പോൾ മാത്രം മതിയോ? പോരാ. അപ്പോൾ മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാകും, മാത്സ് ഈസി ആയിട്ടുള്ള കുട്ടികളുണ്ടാകും, ഫിസിക്സ് ഈസി ആയിട്ടുള്ള മാറിയും തിരിഞ്ഞുമുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഏതൊക്കെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇത് 3 തുല്യമായി പഠിക്കുന്നവരുണ്ടാകും, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പർട്ടിക്കുലറായിട്ട് പഠിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണെന്നേ. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യത്തിന് മാറ്റാനുള്ളതല്ല. ഒരു മന്ത്രിസഭ കൂടിയിരുന്നുകൊണ്ട് ശിവൻകുട്ടിയും ബിന്ദു കൂട്ടിയിരുന്ന് തീരുമാനിക്കാനുള്ള അവസരമല്ലിത്. കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്, അവരുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതൊക്കെ കോളേജിൽ പോയി പഠിച്ചാലല്ല മനസ്സിലാവുള്ളൂ. അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നടന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ചെയ്യില്ല മധു. അങ്ങനെയുള്ളവർ ഇത്തരത്തിൽ ദോശ ചുടുന്നത് പോലെ ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കില്ല. ഈ കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷ എഴുതാൻ പോയതിനു ശേഷം 5:3 എത്ര ലാഘവത്തിലൂടെയാണ് പറയുന്നത്? 5:3:2 ഞങ്ങളങ്ങ് ആക്കി, അതിനുള്ള അവകാശം ഞാൻ കൊണ്ടുവന്ന്. അങ്ങനെ മാറ്റുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം, അവരുടെ മാർക്കിലുണ്ടാകുന്ന മാറ്റം, അവരുടെ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന, ഞാൻ തീർക്കട്ടെ. പിന്നെ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ സർക്കാർ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു, സന്തോഷം, നല്ലതാണ്. കുട്ടികളുടെ ഭാവിക്ക് നല്ലതാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഗൃഹപാഠം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതിനെ സയൻറ്റിഫിക്കലായിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കോടതി തടഞ്ഞ ആ പ്രോസസ്സിൽ എന്തെങ്കിലും സയൻറ്റിഫിക്കൽ എവിഡൻസ് അതിൻ്റെ ബാക്കിലുണ്ടോ? 5:3:2 എന്ന് നിങ്ങൾ ആരാ തീരുമാനിച്ചത്? ആര് പറഞ്ഞിട്ടാണ് തീരുമാനിച്ചത്? പറയാൻ കഴിയുന്നുണ്ടോ? ഇതെന്താ പ്രശ്നം? ഇതിൽ ആ കുട്ടികളെ സംബന്ധിച്ച് അത് അവർക്ക് അർഹതപ്പെട്ടാണെന്ന് തോന്നുന്ന രീതിയിൽ അവർക്ക് പുതിയൊരു റാങ്ക് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറ്റുന്നു അവരെ. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ആഘാതം എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് പറയണ്ടേ? ഇത് ആര് നിർദ്ദേശിച്ച മാനദണ്ഡമാണെന്ന് പറയട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ്? ജൂലൈ 1 വന്ന റിസൾട്ട്. ജൂലൈ 1 റിസൾട്ട് വരാൻ കാരണം ആരാണെന്നേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനുമായി ബന്ധപ്പെട്ട് ഫയൽ പോയിട്ട് എത്ര കാലമായി വെച്ചിരുന്നു? നിങ്ങളുടെ മാതൃഭൂമി ഉൾപ്പെടെ എത്ര പ്രാവശ്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അത്രയും കാലതാമസം ഉണ്ടാക്കി. ഇപ്പോൾ പറയുന്നത് കേസിന് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കേസിന് പോകുന്നില്ല. ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഈ കമ്മിറ്റി ഉണ്ടാക്കാനോ, കമ്മിറ്റി കഴിഞ്ഞ അക്കാഡമിക് കഴിഞ്ഞപ്പോൾ മുതൽ എത്രയോ വർഷമായിട്ട് ഇത് ഇങ്ങനെ ആവശ്യമുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുവാനോ, ഈ കമ്മിറ്റി ഉണ്ടാക്കുവാനോ, അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനോ, അതിനെ സംബന്ധിച്ച് വേണ്ട രീതിയിൽ പഠിച്ച് ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കാനോ സമയമില്ലാതെ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് ക്യാബിനറ്റിൽ വെച്ച് ഞങ്ങൾ ഇവിടെ വെച്ച് കറക്കി കുത്തുന്ന പോലെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.